ഹലോ ഗായ്സ്, വെൽക്കം ടു വീക്ക്ലി അനാലിസിസ് വീഡിയോ. എല്ലാ ആഴ്ചയിലും കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അടുത്ത വീക്കിലേക്ക് മാർക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഇൻഫർമേഷനുകൾ ഈ വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീക്ക്ലി അനാലിസിസ് വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ ടച്ച് ചെയ്ത് നിൽക്കുകയായിരുന്നു. അതായത് 23,000 ജസ്റ്റ് താഴെ ക്ലോസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. അന്നത്തെ വീക്ക്ലി അനാലിസിസ് വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് മാർക്കറ്റ് 23,000 അബോവ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിന് പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. പിറ്റേ ദിവസം തിങ്കളാഴ്ച മാർക്കറ്റ് 23,000 ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ഈ ആഴ്ച മുഴുവനും ഒരു സെല്ലിംഗ് ട്രെൻഡ് തന്നെയായിരുന്നു മാർക്കറ്റിൽ കണ്ടിരുന്നത്. എല്ലാ ദിവസവും മാക്സിമം ഒരു 5 ദിവസം കഴിഞ്ഞ ദിവസമൊക്കെ റെഡ് ക്യാൻഡിൽ തന്നെയാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത് ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ. സോ നമുക്ക് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഡാർക്ക് ക്ലൗഡ് പാറ്റേൺ ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ ഒരു വീക്കിൽ പറഞ്ഞിരുന്നു ഈ ഒരു പാറ്റേൺ, അതായത് മാർക്കറ്റിൽ വലിയൊരു റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയ ശേഷം അതിൻ്റെ താഴെ ഓപ്പൺ ആയിട്ട് ആ റെഡ് ക്യാൻഡിലിനെ ഒരു 80% റിവേഴ്സ് ആക്കിയിട്ടുള്ള ഒരു പാറ്റേൺ, അതിന് പറയുന്നത് പിയേഴ്സിങ് പാറ്റേൺ ആണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഫസ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ട് അതിൻ്റെ മുകളിൽ ഓപ്പൺ ആയിട്ട് ഈ ഗ്രീൻ ക്യാൻഡിലിനെ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്യുന്ന ഒരു പാറ്റേൺ, അതായത് ഒരു റിവേഴ്സൽ പാറ്റേൺ. സോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്. സോ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി മാർക്കറ്റ് ഒരു ക്ലൗഡ് പാറ്റേൺ ആണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഒരു സെല്ലിങ്ങിനുണ്ടായ കാരണം. ഒന്നാമത്തെ കാരണം എലക്ഷൻ്റെ ഒരു റൂമർ പലപ്പോഴും പല ആളുകളും സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് എലക്ഷന് ഒരു വോട്ടിംഗ് പേഴ്സൻറ്റേജ് കുറവുള്ളത് നിലവിൽ നമ്മുടെ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ ബാധിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അത് വെച്ച് തന്നെ പലർക്കും ഒരു മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്ത, അതായത് അവർക്ക് എക്സ്പെക്റ്റ് ചെയ്ത സീറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള ഒരു റൂമേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെയായിരുന്നു ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത് FIA സെല്ലിംഗ് ആയിരുന്നു, രണ്ട് കാരണം. മൂന്നാമത്തെ കാരണം പറയുകയാണെങ്കിൽ US മാർക്കറ്റും ഈ ആഴ്ച നല്ലൊരു വീക്കായിരുന്നു. സോ ഇത് മൂന്നും ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് ഈ ആഴ്ചയിലെ വീക്ക്നെസ്സിൻ്റെ കാരണം നമുക്ക് പറയാൻ പറ്റും. ഇനി നോക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ FIA കഴിഞ്ഞ ആഴ്ച നല്ലൊരു സെല്ലിംഗ് ആണ് നടത്തിയത്. 7,700 crore സെല്ലിങ്ങും, പക്ഷെ DIA അതിൻ്റെ നേരെ ഇരട്ടി, അതായത് 14,000 അവർ വാങ്ങിയിട്ടുണ്ട്. സോ അതൊരു പോസിറ്റീവ് തന്നെയാണ്. ഇനി നോക്കാനുള്ളത് നെക്സ്റ്റ് വീക്കിൽ എന്തൊക്കെ എക്സ്പെക്റ്റേഷൻ. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ എക്സിറ്റ് പോൾ റിസൾട്ടൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്പെക്റ്റ് ചെയ്തതിനെ പോലെ തന്നെയാണ് മാർക്കറ്റിൽ, അതായത് നിലവിലുള്ള ഗവൺമെൻറ്റിന് തന്നെ മെജോറിറ്റിയോടെ അവർ ഭരണത്തിൽ വീണ്ടും വരും എന്നുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് മാർക്കറ്റിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ ആ ഒരു അനിശ്ചിതാവസ്ഥ, നിലവിലുണ്ടായിരുന്ന പല അനിശ്ചിതാവസ്ഥയും ഇന്നത്തെ ഒരു ന്യൂസോട് കൂടി മാറിയിട്ടുണ്ട്. തിരിച്ചും അവർ ഭരണത്തിലെത്തുമെന്നുള്ള ഒരു പോസിബിലിറ്റി വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ നാളത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. നാളെ നോക്കുകയാണെങ്കിൽ നാളെ ഈ ഒരു വീക്ക്നെസ്, അതായത് കഴിഞ്ഞ 1 വീക്ക് ഉണ്ടായ ഒരു വീക്ക്നെസ് മുഴുവനും നാളെ ഒരു ദിവസം കൊണ്ട് തന്നെ മാർക്കറ്റ് റിക്കവറി ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കാരണം മാർക്കറ്റിലൊരു നിലവിലുള്ള ഒരു അനിശ്ചിതാവസ്ഥ ഒരു 50% മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇലക്ഷൻ എണ്ണുന്ന അന്ന് കൂടി ഒരു പോസിറ്റീവ്സ് കാണുകയാണെങ്കിൽ, ഇതേ റിസൾട്ട് വരികയാണെങ്കിൽ അന്നും നല്ലൊരു പോസിറ്റീവ് തന്നെയായിരിക്കും മാർക്കറ്റിൽ കാണാൻ പറ്റുക. സോ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് മാർക്കറ്റ് ഇപ്പം കഴിഞ്ഞ 5 റെഡ് ക്യാൻഡിലാണ് ഇവിടെ കയറി. ചിലപ്പോൾ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണ് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു അപ് ട്രെൻഡിലേക്ക് തന്നെ പോയിട്ട് ഈ ഒരു 23,000 ഒക്കെ നാളെ തന്നെ ടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും അത് എക്സ്പെക്റ്റേഷൻ മാത്രമാണ്, അത് മാത്രം സംഭവിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല.
മാർക്കറ്റിൽ എന്തും പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ മാർക്കറ്റ് ഇനി ഇവിടെ നിന്നൊരു ഒരു റിവേഴ്സൽ ആയിരിക്കാം കാണിക്കുന്നത്. എലക്ഷൻ റിസൾട്ട് കഴിയുന്നത് വരെ ഒരു പോസിറ്റീവ്സ് ഉണ്ടാവും. പിന്നെ ഒരു മാർക്കറ്റ് നോർമലായിട്ട് തന്നെ ആയിരിക്കും പിന്നെ മാർക്കറ്റ് പോകാൻ തുടങ്ങുക. സോ അതുകൊണ്ട് തന്നെ ഇനി ഇപ്പം ഇതുവരെ ട്രേഡ് ചെയ്യാത്ത നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. മാർക്കറ്റിൽ ഈ ഒരു നാളത്തെ ഈ ഒരു വളറ്റൈലായ മാർക്കറ്റാണ് ഇപ്പോഴും ഇന്ത്യ വിക്സ് 24ൻ്റെ മുകളിൽ തന്നെയാണ് ഈ വീക്കിലുള്ളത്, ക്ലോസ് ആയിട്ടുള്ളത്. സോ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇനി വരാനുള്ള ആ ഒരു ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞ് മാർക്കറ്റ് നോർമലായി കഴിഞ്ഞാൽ ട്രേഡിങ്ങിലേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഇതാണ് ഈ വീക്കിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഡെയിലി അനാലിസിസ് വീഡിയോ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.